السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപടി നല്ല ഓർമ്മകൾ ബാക്കിയാക്കുന്ന നാളുകളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ അർത്ഥവും ആശയവും കണ്ടെത്താൻ ഇതുപോലൊരു അവസരം മേലായ റബ്ബ് നിശ്ചയിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും എൻ്റെ ജീവിതം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിൽ സുഹൃത്തുക്കളുടെ വസന്തകാലമായി അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള മഹത്തായ ഒരവസരത്തെ ആവോളം ആസ്വദിച്ച് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹു നമ്മൾ ഇതുവരെ ചെയ്തത് അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. കുറ്റങ്ങളും കുറവുകളുമൊക്കെ നിർവഹിച്ചതിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പടച്ചതമ്പുരാൻ അവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള മഹത്തായ പ്രതിഫലത്തിന് അർഹമാകുന്ന കർമ്മങ്ങളായി അതിനെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ചില കാര്യങ്ങൾ തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മുടെ തൊട്ടടുത്ത് ചെമ്മനാട് കുമ്പനടുക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സലഫി മസ്ജിദ് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആ പള്ളിയെ വിപുലീകരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വകയിൽ ഇപ്പോഴും ഒരു 2 ലക്ഷം രൂപ കടമായി ബാക്കി നിൽക്കുന്ന ഒരു പള്ളിയാണത്. വളരെ ചുരുക്കം ചില പ്രവർത്തകർ മാത്രമുള്ള ആ പ്രദേശത്ത് അവിടുത്തെ ആളുകൾ കഴിവിൻ്റെ പരമാവധി മാസപരിസംഖ്യയായും അല്ലാതെയായും ഒക്കെ ആ പള്ളിക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു ബാധ്യത അതേപോലെ ബാക്കിയായി കിടക്കുകയാണ്. ആ മഹല്ലുകാരൻ എന്ന നിലക്ക് പല സ്ഥലങ്ങളിലും ക്ലാസ്സിന് പോകുമ്പോൾ അവിടുത്തെക്കാർ റെസിപ്റ്റ് തന്ന് ഏൽപ്പിക്കും. നിങ്ങൾ ക്ലാസ്സിന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു സഹായം ആ കടം തീർക്കാൻ വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ആ കാര്യം ഞാൻ വെക്കുകയാണ്. ആ പള്ളിയുടെ അള്ളാഹുവിൻ്റെ ഭവനം അതൊരു വ്യക്തിക്ക് കൊടുക്കാനുള്ള
ഒരു തുകയാണത്. സമയം ഒരുപാട് അദ്ദേഹം നീട്ടിത്തന്നു. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം അത് കൊടുത്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സദഖകളിൽ നിന്ന് നല്ലൊരു വിഹിതം അതിനുവേണ്ടി മാറ്റിവെക്കണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മൾ ഇന്നിവിടെ മേൽപ്പറമ്പിൻ്റെ ഹൃദയഭാഗത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി അള്ളാഹുവിൻ്റെ ഖുർആനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അത് കേട്ടുപിടിച്ച് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നമ്മുടെ സ്വഭാവങ്ങളെയും സംസ്കാരങ്ങളെയും എല്ലാം അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തി അവൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുന്ന ഒരു മുഅ്മിനായി മുത്തഖിയായി നമുക്ക് ജീവിച്ചു മരിക്കാൻ ഇങ്ങനെയൊരു തണൽ, ഈ ഒരു പള്ളി, ഇതിൻ്റെ നിർമ്മാണത്തിൽ ആദ്യം മുതൽ ശ്രദ്ധിക്കുകയും ഏറ്റവും ശക്തമായി ഇടപെടുകയും ചെയ്ത നമ്മുടെ ആദർശ സഹോദരൻ മജീദ് സാഹിബ് നമ്മളെ വിട്ടുപിരിഞ്ഞ് ഒരു വർഷം പിരിയുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും പുണ്യം ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അത് ഖുർആനിൻ്റെ നസ്വ, ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ചെയ്തത് മാത്രമല്ല, നമ്മളൊക്കെ ജീവിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും അടയാളങ്ങൾ ഭൂമിയിൽ ബാക്കിയാക്കി മരിച്ചു പോയാലും അതിൻ്റെ ആഹാറുകളും അള്ളാഹു നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തുമെന്നത് ഖുർആനിൻ്റെ നസ്വ. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇടമുറിയാത്ത പ്രതിഫലം ഇവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ ദിവസം പ്രത്യേകം അദ്ദേഹത്തിന് നമ്മളെല്ലാവരും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരത്തിന് സാധ്യതയുള്ള ഈ സമയങ്ങളിൽ ദുആയിൽ അദ്ദേഹത്തിന് ഒരു ഇടം നൽകണം എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖിൽ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്വത്തിൽ അദ്ദേഹത്തിന് അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് പരലോകവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ വിശ്വാസം. നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ നാളിലുള്ള വിശ്വാസത്തിൻ്റെ ഫലമാണ് നമ്മളെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. എവിടെയെങ്കിലും ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടുന്ന, ആനന്ദം കിട്ടുന്ന എന്തെങ്കിലും താൽക്കാലികമായ ആനന്ദത്തിൻ്റെ വഴികൾ നാം കാണുമ്പോൾ അത് വേണ്ട, മാറി നിൽക്കുകയാണ് നമ്മൾ, ദൂരെ നിൽക്കുകയാണ് നമ്മൾ. മറ്റൊന്നും കൊണ്ടല്ല, ആ നാളിനെ പേടിച്ചിട്ടാണ്. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതും നമ്മൾ ഒരു മുഅ്മിനാണ്, ഒരു വിശ്വാസിയാണ്. മുഅ്മിൻ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസകാര്യമാണ് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. നമ്മളിവിടെ എന്ത് ചെയ്താലും നമ്മൾ തന്നെ തലവെച്ചു കൊടുക്കേണ്ട ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മളിവിടെ എന്ത് ചെയ്താലും, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, നമ്മൾ ചെയ്താൽ നമ്മൾ തന്നെ നമ്മൾ ചെയ്തതിന് പണയക്കാരായി വരുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മൾ ചെയ്തതിൻ്റെ ഭാരം നമ്മൾ തന്നെ ചുമക്കേണ്ട ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. നമ്മൾ അചഞ്ചലമായി അടിയുറച്ച് നമ്മൾ ആ നാളിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷണിച്ചപ്പോൾ ഞാൻ വന്ന് നിങ്ങളോട് ഈ വിഷയം സംസാരിക്കുന്നത്. ഈ നാളിനെ കുറിച്ച് ബോധവും ഈ നാളിനെ കുറിച്ച് ഓർമ്മയും ഈ നാളിനെ കുറിച്ചുള്ള പേടിയും ഒന്നും ഇല്ലാത്തവനാണെങ്കിൽ നമുക്ക് ഈ ദുനിയാവിൻ്റെ പരപ്പിൽ എങ്ങനെയും ജീവിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു ടൈം ടേബിൾ ഉണ്ട്.
നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടറിയോ? കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. നമ്മൾ ചെയ്തതിന് നമ്മൾ പണയക്കാരായി ഒരു ദിവസം റബ്ബിന്റെ അടുക്കൽ വരും. നമ്മളെ കൊണ്ടുവരും അല്ലാഹു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ ഒരു ദിവസത്തെ ഭയപ്പെട്ടു കൊള്ളണം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്തറിയോ? ആ ദിവസത്തിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്. നിങ്ങൾ ചെയ്തതിന് അല്ലാഹു കൃത്യമായി അളന്നും തൂക്കിയും പ്രതിഫലം നൽകുന്ന ദിവസവുമാണത്. ഒരു തരി പോലും അല്ലാഹു നിങ്ങളോട് അനീതി കാണിക്കാത്ത ഒരു ദിവസം. നിങ്ങൾ എന്ത് ചെയ്തോ അത് കൃത്യമായി നിങ്ങളെ വിവരമറിയിച്ച് അതിന് തക്കതായ പ്രതിഫലവും ശിക്ഷയും നിങ്ങളുടെ കൈകളിൽ വെച്ചു തരുന്ന ഒരു ദിവസം. ആ ദിവസത്തിൽ നമ്മളെല്ലാവരും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. പലപ്പോഴും ഈ വിശ്വാസത്തിൽ നിന്ന്, ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അപ്പോഴാണ് മനസ്സിൽ തിന്മകൾ കയറി വരുന്നത്. അപ്പോഴാണ് നമ്മെ ചില വേണ്ടാത്ത കാര്യങ്ങൾ പിടികൂടുന്നത്, വേണ്ടാത്ത സ്വഭാവങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നത്, നമ്മുടെ മനസ്സിന് ചിലപ്പോ ചില കടുപ്പം വരുന്നത്, അതെ, നമ്മുടെ ഹൃദയത്തിന് ചിലപ്പോ ചില കാഠിന്യം വരുന്നത്. അത് ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുമ്പോഴാണ്. ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും ലോലമായിരിക്കും, നമ്മുടെ സ്വഭാവം എപ്പോഴും മൃദുലമായിരിക്കും, നമ്മളെപ്പോഴും ആളുകളോട് ചേർന്ന് നിൽക്കും, നമ്മളെപ്പോഴും ആളുകൾക്ക് എളുപ്പമുണ്ടാക്കാൻ ശ്രമിക്കും. നമ്മൾ ഒരിക്കലും ആളുകളെ ഉപദ്രവിക്കുന്ന, ആളുകളെ വിഷമിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഇടപെടലിലേക്ക് നമ്മൾ പോകില്ല. ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പച്ചവെച്ച് വേണം. ഇതിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ചില ഘടകങ്ങൾ എന്തറിയോ? ഒന്ന്, ഈ ദുനിയാവിന്റെ പളപളപ്പ്, ഐഹിക ജീവിതത്തിന്റെ ആധിക്യം, ദുനിയാവിലെ സഹറത്ത്, അതിന്റെ അലങ്കാരം അല്ലാഹു, അതിന്റെ സീനത്ത് അല്ലാഹു നമ്മുടെ കൈകളിൽ കുറച്ച് അളവിൽ കൂടുതൽ തന്നെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഓർമ്മ നഷ്ടപ്പെടും. നമുക്ക് ഒരു തരം ഉജ്ജുബുണ്ടാകും. എന്നെ കൊണ്ട് എന്തൊക്കെയോ ഇവിടെ പറ്റും എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാവും. പണം കുറച്ച് കൂടുതൽ വരുമ്പോ, സൗകര്യങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടുമ്പോ, ദുനിയാവിന്റെ അലങ്കാരത്തിന്റെ വാതിലുകൾ അല്ലാഹു നമുക്ക് കണക്കിലധികം തുറന്നു തരുമ്പോ നമുക്ക് ചിലപ്പോ അങ്ങനത്തെ ചില തോന്നലൊക്കെ ഉണ്ടാവും. അപ്പൊ പല നന്മകളും നമുക്ക് നഷ്ടപ്പെടും, പല തിന്മകളും അറിയാതെ നമ്മളെ സ്വാധീനിക്കും. ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ പോകും. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് ഒരു തരം കാഠിന്യം വരും. അല്ലാതെ നമ്മളെപ്പോഴും സൂക്ഷിക്കണം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ദുനിയാവിന്റെ പളപളപ്പാണ് നിങ്ങളെ ഈ ഓർമ്മയിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു ഘടകം. രണ്ടാമത്തേത്, അല്ലാഹുവിനോട് വ്രതമെടുത്ത ഒരാളുണ്ട്, നേരായ മാർഗത്തിൽ കുത്തിയിരുന്ന് ആളുകളെ മുഴുവൻ ആ മാർഗത്തിൽ നിന്ന് ഞാൻ തെറ്റിക്കുമെന്ന് അല്ലാഹുവിനോട് നൊയമ്പെടുത്തവൻ. ആരാ? ഇബ്ലീസ്, പിശാച്. അവനും വലിയ സാമർത്ഥ്യമാണ്. മോഹങ്ങൾ ഇട്ടു തരികയാണ്, ആഗ്രഹങ്ങൾ ഇട്ടു തരികയാണ് നമ്മുടെ മനസ്സിലേക്ക്. പുതിയ പുതിയ മോഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അവൻ ഇട്ടു തന്ന്, യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. അവൻ നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തരും, അവൻ നിങ്ങൾക്ക് മോഹങ്ങൾ ഇട്ടു തരും. അങ്ങനെ നിങ്ങളെ കൊണ്ടുപോയി അവൻ നിങ്ങളെ വഞ്ചിച്ചു കളയും, നിങ്ങളെ നശിപ്പിച്ചു കളയും. അവന്റെ പണി എപ്പോഴും അങ്ങനെയാണ്, എല്ലാം നല്ലതാക്കി കാണിക്കും. എന്താണ് ഇതിന് അത്ര കുഴപ്പം? അങ്ങനെ ഇപ്പൊ ആരൊക്കെ ഉണ്ട് അതൊക്കെ നോക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോയി അടുപ്പിക്കും. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. അവസാനങ്ങളെ അസ്ഹാബു സഈർ ആക്കിയിട്ട് മാറ്റും, നിങ്ങളെ നരകക്കാരനാക്കിയിട്ട് മാറ്റും. അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചോണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ
വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹുവിന്റെ ഉപദേശം. ഇതാണ് ശരിക്കും നമ്മൾ കേൾക്കണ്ടേ. ജനങ്ങളെ, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എപ്പോഴും തഖ്വ ചെയ്ത് ജീവിച്ചോളി. എപ്പോഴും. തഖ്വക്ക് സീസണില്ല. ഇസ്ലാമിൽ സീസണൽ ഭക്തിയില്ല. റമദാൻ ഒരു സീസണൽ ഭക്തിയുടെ കാലമല്ല. ഇതൊരു ഈ ടൈമിൽ ഒരു പ്രത്യേകം കൂലി കൂടുതലുണ്ട് എന്ന് മാത്രം. റമദാൻ കഴിഞ്ഞാലും ഇസ്ലാമിൽ ഭക്തി വേണം. റമദാൻ കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, റമദാനിൽ നേടിയെടുത്ത തഖ്വ കൊണ്ട് ഈ വസന്തത്തിൽ വിരിഞ്ഞ, റമദാൻ എന്ന് പറയുന്ന ഈ വസന്തത്തിൽ വിരിഞ്ഞ പൂവുകൾ അത് വാടാതെ ഇനിയുള്ള ജീവിതകാലത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. വാടിപ്പോകാൻ പാടില്ല, കരിഞ്ഞു പോകാൻ പാടില്ല. ശക്തമായ ചൂട് നമുക്ക് റമദാൻ കഴിഞ്ഞാൽ പുറത്തുണ്ടാവും. പക്ഷേ റമദാനിൽ വിരിഞ്ഞ ഈ വസന്തത്തിൽ വിരിഞ്ഞ പൂവുകൾ അത് വാടാതെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴും വേണം തഖ്വ. മുഅ്മിനിന്റെ തഖ്വയുടെ സീസൺ അവസാനിക്കുന്നത് എപ്പോഴാ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അപ്പോൾ നിന്റെ തഖ്വയുടെ സീസൺ അവസാനിച്ചു, നിന്റെ മരണം വന്നാൽ. അതുവരെ എപ്പോഴും നമുക്ക് റബ്ബിനെ പേടി വേണം. അവന്റെ കൽപ്പനകളോട് നമുക്ക് ആദരവും ബഹുമാനവും വേണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സ്വഭാവം നമുക്ക് വേണം. അല്ലാഹുവിനെ പേടിക്കുന്നതോടൊപ്പം ഒരു ദിവസത്തെയും നിങ്ങൾ പേടിക്കണം. അല്ലാഹു പറയാ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചോ. ലാ യജ്സി വാലിദുൻ അൻ വലദി, ഒരു ഉപ്പാക്ക് തന്റെ മക്കളെ കൊണ്ടൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, ഒരു കുട്ടിക്കും തന്റെ ബാപ്പയെ കൊണ്ടൊന്ന് പ്രത്യേകിച്ച് നേടിയെടുക്കാനൊന്നും കഴിയില്ല. അന്ന് സന്താനങ്ങളെ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സൗകര്യങ്ങൾ കൊണ്ടോ ഒന്നും പരസ്പരം ഉപകാരമെടുക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് ആ ദിവസം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. ദുനിയാവിൽ നിന്ന് നേരെ വ്യത്യസ്തമാണ് ആ നാളിന്റെ സ്വഭാവം. ഇവിടെ പണം ഉണ്ടെങ്കിൽ ഒന്നും പ്രശ്നമല്ല നമുക്ക്. ഇവിടെ നമുക്ക് കുറച്ച് ആൾഫലം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. കുറച്ച് അധികാരമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം. ഇവിടെ നമുക്ക് എല്ലാത്തിനും ആളുകളുണ്ട്, പരസ്പരം സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ. എന്ത് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മെ സമാധാനിപ്പിക്കാൻ ആളുകളുണ്ട് ഇവിടെ. നമുക്ക് എന്ത് ബാധ്യതകൾ ഉണ്ടെങ്കിലും തീർത്തു തരാൻ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരുണ്ട് ഇവിടെ. നമ്മൾ എങ്ങനെ തകർന്നു തരിപ്പണമായിട്ടുണ്ടെങ്കിലും രണ്ടാമത് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ ഇവിടെ സന്നാഹങ്ങളുണ്ട്. കൂട്ടുകാര്, കുടുംബക്കാര്, ചങ്ങാതിമാര്, ബന്ധപ്പെട്ടവര്, എല്ലാം ആദർശ സുഹൃത്തുക്കള് എല്ലാം നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ പരലോകത്തിന്റെ കാര്യം നേരെ വിപരീതമാണ്. ഒരു ഉപ്പാക്ക് തന്റെ മക്കളെ കൊണ്ടൊന്നും അന്ന് നേടിയെടുക്കാൻ കഴിയില്ല. ഒരു മക്കൾക്കും മാതാപിതാക്കളെ വെച്ച് അന്നൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. ഒരാൾക്കും തങ്ങളുടെ സമ്പത്ത് വെച്ചോ തങ്ങളുടെ സൗകര്യങ്ങൾ വെച്ചോ ഒന്നും നേടിയെടുക്കാൻ കഴിയാത്തൊരു ദിവസമാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, ആ ദിവസത്തിന്റെ ഓർമ്മയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുന്ന രണ്ട് ഘടകങ്ങൾ, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ജീവിതത്തിന്റെ പളപളപ്പ് അത് കണ്ടിട്ട് നിങ്ങളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ഗറൂർ എന്നുള്ള പേര് വെച്ച വഞ്ചകൻ, വഞ്ചകൻ അല്ലാഹു പറഞ്ഞ പിശാച്, അവനെയും നിങ്ങൾ സൂക്ഷിക്കണം. അവനും നിങ്ങളെ ഈ ഓർമ്മയിൽ നിന്ന് തെറ്റിക്കുന്നവനാണ്. അതുകൊണ്ട് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, എപ്പോഴും പരലോകത്തിൽ ഒരു പച്ച പിടിച്ച ഒരു വിശ്വാസം നമുക്കുണ്ടാവണം. നമ്മളാരും ഇവിടെ ജനിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു, ഇവിടെ സുഖിക്കുന്നു, ഇവിടെ രസമെടുക്കുന്നു, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മതി, ഇതോടുകൂടി തീർന്നു എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മൾ. അങ്ങനെ ഒരു ടീമുണ്ട് ഇവിടെ. അവരെ കണ്ടിട്ട് അവരുടെ പിന്നാലെ നമ്മൾ പോകണ്ട, അവരുടെ പിന്നാലെ നമ്മൾ കൂട്ടുകൂടണ്ട, അവരുടെ സംസ്കാരം നമ്മൾ ഫോളോ ചെയ്യേണ്ടതില്ല. അവരുടെ വിശ്വാസം അതാണ്. എന്ത്? ഇവിടെ തീർന്നു, ഇവിടെ ജനിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു,
ഇതോടുകൂടി തീർന്നു. ഇതിനപ്പുറം ഒന്നുമില്ല. മരണത്തിനപ്പുറം ഒന്നുമില്ല. മരണത്തിന് ശേഷം ഒന്നുമില്ല. പുനരുദ്ധാനമില്ല. ഈ നാളിലെ ഓരോ അനക്കങ്ങളെ കുറിച്ചും അടക്കങ്ങളെ കുറിച്ചും ചോദിക്കുന്ന, ഇതിനെല്ലാം ഞാൻ സമാധാനം പറയേണ്ടി വരുന്ന ഒരു ദിവസം അതില്ല എന്ന് പറയുന്നവർ ഇവിടെയുണ്ട്. അവരെ കണ്ട് നമ്മൾ തുള്ളേണ്ടതില്ല. നമ്മൾ എന്ത് വിശ്വാസക്കാരാ? നമ്മളേത് വിശ്വാസക്കാരാ? ഖുൽ ബലാ വറബ്ബി ലതുബഅതുന്ന ثم لتنبؤن بما عملتم وذلك على الله يسير. നമ്മൾ ഈ വിശ്വാസക്കാരാണ്. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹുവാണ് സത്യം, നാം നിങ്ങളെ പുനരുദ്ധാനം നടത്തുക തന്നെ ചെയ്യും. നിങ്ങളെ ബഅസ് നാം നടത്തുക തന്നെ ചെയ്യും. എന്നിട്ട് നാം നിങ്ങൾക്ക് വിവരമറിയിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ ആ പ്രയോഗങ്ങളൊക്കെ ഭാഷ അറിയുന്നവർക്കറിയാം. ലതുബഅതുന്ന ثم لتنبؤن. സംശയത്തിന് ഇടമില്ലാത്ത വിധം ആ വാചകങ്ങൾ അല്ലാഹു കോർത്തിണക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ നാം നിങ്ങൾ ചെയ്തത് മുഴുവൻ വിവരമറിയിക്കുക തന്നെ ചെയ്യും. വദാലിക അലല്ലാഹി യസീർ. എങ്ങനെയെന്ന് ചിന്തിച്ച് നിങ്ങൾ തലമുണ്ടാക്കേണ്ടതില്ല. അത് നിങ്ങളുടെ റബ്ബിന് വളരെ എളുപ്പമാണ്. അല്ലാഹ് അത് ഈസിയാണ്. അല്ലാഹ് അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യും. അല്ലാഹ് അങ്ങനെ നമ്മളോട് പറഞ്ഞേ, അത് അല്ലാഹ് എളുപ്പമാണ്. നിങ്ങൾ അവനവന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂട്ടത്തിലെ ആദ്യക്കാരെ മുതൽ നിങ്ങളുടെ കൂട്ടത്തിലെ പിൽക്കാലക്കാരെ വരെ സർവരെയും അവർക്ക് നിൽക്കാനുള്ള ഒരു കളം അല്ലാഹ് ഒരുക്കി. ആ കളത്തിൽ അല്ലാഹ് നിർത്തുക തന്നെ ചെയ്യും. ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ആദ്യക്കാര് മുതൽ അവസാനക്കാര് വരെ സർവരെയും അല്ലാഹു ഒരു കളത്തിൽ നിർത്തും. ഓരോരുത്തർക്കും നിൽക്കാനുള്ള പ്രത്യേകമായ മൗഖിഫുൽ ഹിസാബുണ്ട്, വിചാരണയുടെ കളം. ഞാൻ എവിടെ നിൽക്കും? എന്റെ പേരെഴുതി വെച്ചൊരു കളം ഉണ്ടാവും പരലോകത്തെ. ആ കളത്തിലേക്ക് എന്റെ ഖബറിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് ഒരാളോടും മിണ്ടാതെ ഒരാളോടും സംസാരിക്കാതെ ഞാൻ എന്റെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഫൻ പുടവയിലെ പൊടിയും കൊട്ടി അതിവേഗം ഓടി വന്ന് എന്റെ വിചാരണയുടെ കളത്തിൽ ഞാൻ നിൽക്കും. അല്ലാഹ് എന്നെ കൊണ്ടുപോയി നിർത്തും. നമ്മൾ ഓരോരുത്തരും നിൽക്കും. ഫലം നുഗാദിർ മിൻഹും അഹദാ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും അല്ലാഹ് വിട്ടുകളയൂല. കമാ ഖലഖനാകും അവ്വല മർറ. ആദ്യ തവണ നിങ്ങൾ എങ്ങനെയാണോ ഭൂമിയിലേക്ക് വന്നത് അതുപോലെ നിങ്ങളെ ഒറ്റക്കൊറ്റക്കായി റബ്ബ് ഓരോരുത്തരെയും അവരവരുടെ കളത്തിൽ നിർത്തി വിചാരണ ചെയ്യും. നമുക്ക് അങ്ങനെ നാള് വരാനുണ്ട്. നമ്മൾ ചെയ്തതിന് മുഴുവൻ നമ്മൾ അന്ന് തലവെച്ചു കൊടുക്കണം. നമ്മൾ ചെയ്തത് നന്മയാണോ സന്തോഷിക്കാനെന്ന് വകയുണ്ടാകും. നമ്മൾ ചെയ്തത് തിന്മയാണോ അന്ന് സങ്കടത്തിന്റെ കാണാക്കയത്തിൽ നമ്മൾ പെട്ടുപോകും. ഈ നാളിനെ പേടിച്ചും ഈ നാളിനെ ഓർമ്മിച്ചും എപ്പോഴും ഭയപ്പെട്ട് ഒരു വിശ്വാസിയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടോ? അഹങ്കാരം നിന്റെ മനസ്സിലുണ്ടാവില്ല. ഞാൻ തികഞ്ഞവനാണ് എന്ന ഉജുബിന്റെ മനസ്സ് നമുക്കുണ്ടാവില്ല. എപ്പോഴും നമുക്കൊരു വിനയം, നമുക്കെപ്പോഴും ഒരു ലാളിത്യം, നമുക്കെപ്പോഴും ഒരു ആർദ്രത, ഒരു അലിവ്, ഒരു കനിവ്. ഈ സ്വഭാവം എപ്പോഴും പരലോക വിശ്വാസമുള്ള വിശ്വാസിയുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും അവന്റെ വേഷത്തിലും അവന്റെ സംസാരത്തിലും എല്ലാത്തിലും പ്രകടമായി കാണും. ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാത്തവനെ അതിങ്ങനെ വലിയ വലിയ വർത്താനൊക്കെ തക്കാസുറിന്റെ വർത്താനം പറയും, പൊങ്ങച്ചത്തിന്റെ വർത്താനം, വലിയ വലിയ പെരുംവർത്താനം പറയും. പരസ്പരം തക്കാസുറാൻ എല്ലാത്തിലും വലിയ വർത്താനം പറയുന്ന സ്വഭാവം. വർത്തമാനത്തിൽ ലൈസൻസ് ഇല്ല, വസ്ത്രധാരണത്തിൽ ഇസ്ലാമിക മര്യാദയില്ല, പെരുമാറ്റത്തിൽ ആളുകളോട് മാന്യതയില്ല, എപ്പോഴും ആളുകളെ വെറുപ്പിക്കുന്ന സ്വഭാവം. ഇത് പരലോക വിശ്വാസമില്ലാത്തവന്റെ ക്വാളിറ്റിയാണ്. മുഅ്മിൻ അങ്ങനെയല്ല. നമുക്കെപ്പോഴും ഈ നാളിനെ പേടിച്ച് ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തും.
ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മ വിശാലമായ ദുനിയാവ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും അത് ഇടുങ്ങിയതായി നമുക്ക് തോന്നും. ഈ നാളിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കും. എപ്പോഴും ഈ നാളിനെ പേടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ചെയ്തതേ ഉള്ളൂ അന്ന് നമുക്ക് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ആവുന്നത്ര മാക്സിമം ചെയ്തോണം. മാക്സിമത്തിന് അപ്പുറം പോകാൻ പറ്റോ അപ്പുറം പോകണം. നമ്മൾ ചെയ്യണം. അതിനാണ് ഇങ്ങനത്തെ ചില അവസരങ്ങളൊക്കെ റബ്ബ് നമുക്ക് ഇങ്ങനെ വെച്ച് തന്നത്. അന്ന് നമ്മുടെ കൈ കാലിയായി പോകാതിരിക്കാൻ, അന്ന് നമ്മുടെ ധനം കുറഞ്ഞു പോകാതിരിക്കാൻ, അന്ന് നമ്മളെയും നമ്മുടെ സൽക്കർമ്മങ്ങളെയും അല്ലാഹു തൂക്കി നോക്കുമ്പോ അന്ന് നമ്മൾ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ചില മവാസിമുൽ ഖൈറാത്ത്, നന്മയുടെ ചില സീസണുകൾ അല്ലാഹു നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ ഇട്ടു തരാൻ പരമാവധി ഉപയോഗപ്പെടുത്തിക്കോണം. ഈ മാസത്തിലും അലസതയും, ഈ മാസത്തിലും അശ്രദ്ധയും, ഈ മാസത്തിലും ഗഫലത്തൊക്കെ ആയിപ്പോയെങ്കിൽ പിന്നെ ഇല്ല പ്രിയമുള്ളവരെ, ആ നാളില് നമ്മൾ വല്ലാതെ പരാജയപ്പെട്ടു പോകും, തോറ്റുപോകും. നമ്മളെ മടക്കമില്ല, രണ്ടാമത് തിരിച്ചു വരാൻ അവസരമില്ല. പിന്നെ ജീവിതത്തെ ഒന്ന് പുനഃസംഘടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരേ ഒരു ചാൻസാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം നമ്മുടെ ഇടപെടലുകൾ ഓരോന്നായി നമ്മൾ നടത്താൻ. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്തറിയോ? കേട്ടോളി. ആ നാളിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇത് മതി വിശ്വാസിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന റജുലൻ യജുറു അലാ വജ്ഹിഹി മിൻ യൗമി വുലിദ ഇലാ അൻ യമൂത ലഹഖറഹു ദാലികൽ യൗം ഫീ മർളാത്തില്ലാഹ്. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു മനുഷ്യൻ ദുനിയാവിൽ പണിയെടുത്തതിന്റെ ചിത്രം റസൂൽ എന്ന് പറയാം. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു മനുഷ്യൻ പണിയെടുത്തതിന്റെ ഒരു നേർചിത്രം റസൂൽ നമുക്ക് തരാൻ. എങ്ങനെ? അയാൾ ജനിച്ചു വീണത് മുതൽ, അയാളുടെ ഉമ്മ അയാളെ പ്രസവിച്ച് ഈ ദുനിയാവിലേക്ക് പെറ്റിട്ട നാള് മുതൽ ഈ ദുനിയാവിൽ നിന്ന് മരിച്ച് പടിയിറങ്ങി പോകുന്നത് വരെ അയാളുടെ മുഖത്തെ അയാൾ അള്ളാഹുവിനുള്ള ത്വാഅത്തിലായി ഉരച്ചു കളഞ്ഞിട്ടുണ്ട്. പ്രസവിച്ചു വീണത് മുതൽ മരിച്ചു പോകുന്നത് വരെ തന്റെ മുഖത്തെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അയാൾ ആവുന്നത്ര പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ പോലും പരലോകത്തിന്റെ ഭയാനകത കാണുമ്പോ, അന്നത്തെ അവസ്ഥ കാണുമ്പോ, ആ നാളിലെ ഭീകരത കണ്ടിട്ട് തന്റെ കയ്യിലുള്ളത് കുറഞ്ഞു പോയല്ലോ എന്ന് അയാൾക്ക് തോന്നുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ഭീകരത കാണുമ്പോ അതെ അയാൾക്ക് തോന്നുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എന്റെ കയ്യിലുള്ളത് കുറഞ്ഞു പോയല്ലോ. ആർക്ക് തോന്നുന്നു? പ്രസവിച്ചു വീണത് മുതൽ മരിച്ച് ഇറങ്ങിപ്പോകുന്നത് വരെ ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്റെ മുഖത്തെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഭൂമിയിൽ ഉരച്ചു കളഞ്ഞ ഒരു മനുഷ്യന് അതിനാറ്റപ്പുറം ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയില്ല. ചെയ്തിട്ടുണ്ട്, അത്രയും ചെയ്തിട്ടുണ്ട്. അവന് പോലും അന്നത്തെ ഭീകരത കാണുമ്പോ തോന്നും, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എന്റെ കയ്യിലുള്ളത് കുറഞ്ഞു പോകുമല്ലോ, എനിക്കിന്ന് രക്ഷപ്പെടാൻ ഇതൊന്നും പോരല്ലോ, കുറഞ്ഞു പോയി എന്നാ മനുഷ്യന് തോന്നും. അതുകൊണ്ടാണ് ഖുർആൻ ആ ദിവസത്തിന് ഇങ്ങനെയൊരു പേരിട്ടത്. എന്താ ഖുർആൻ പറഞ്ഞ പേര്? യൗമൻ അബൂസ. യൗമൻ അബൂസ. അബൂസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? അബസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അബസ എന്താ? അബസ വതവല്ല, മുഖം ചുളിച്ചു. നമ്മുടെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു അന്ധനായ സ്വഹാബി വന്നപ്പോ പ്രഗൽഭരോട് റസൂലുള്ള സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മജ്ലിസിലേക്ക് ഒരു കണ്ണ് കാണാത്ത സ്വഹാബി സലാം പറഞ്ഞു വന്ന്, എനിക്ക് ദീന് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ റസൂലിന് അത് ഇഷ്ടപ്പെട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേരത്തേക്ക് റസൂലുള്ളാഹിന്റെ മുഖം ഒന്ന് ചുളിച്ചു, നെറ്റി ഒന്ന് ചുളിഞ്ഞു. അന്ധനായ മനുഷ്യൻ അത് കണ്ടിട്ടില്ല, കാരണം ആള് അന്ധനാണ്, കാണൂല.
പക്ഷേ നിസ്സാരമായ സെക്കൻഡുകൾ കൊണ്ട് ഒരു നെറ്റി ഒന്ന് ചുളിഞ്ഞപ്പോ ആകാശത്ത് നിന്ന് ആ നെറ്റി ചുളിഞ്ഞത് ശരിയായില്ല എന്ന് പറയാൻ 1 ഡസൻ ആയത്താണ് ഇറങ്ങിയത്. 1 ഡസൻ ആയത്താണ് ഇറങ്ങിയത്. നബിയെ നെറ്റി ചുളിച്ചത് ശരിയായില്ല. അബസ وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى أما من استغنى فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى. നിസ്സാരമായ സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഡസൻ കണക്കിനായിട്ടിറങ്ങി. ഇതാണ് ഖുർആൻ. അപ്പൊ അള്ളാഹ് പ്രയോഗിച്ച പദാണ് അബസ. നെറ്റി ചുളിച്ചു. മുഖം ഒന്ന് തിരിക്കുക, നെറ്റി ഒന്ന് ചുളിക്കുക. ഇതിനാണ് അബസ എന്ന് പറയല്. ഖുർആൻ ആ പേരാണ് പരലോകത്തിനിട്ടത്. പരലോകത്തിന്റെ ഒരു പേരാണ് യൗമൻ അബൂസ. എല്ലാവരുടെയും നെറ്റിച്ചുളിയുമെന്ന് ഒരാളുണ്ടാവില്ല. അന്ന് നെറ്റിച്ചുളിയാത്ത ഒരാളുണ്ടാവില്ല. എല്ലാവർക്കും തോന്നിപ്പോകും നമ്മൾ തോറ്റുപോയി എന്ന്. നമുക്കല്ല പ്രിയമുള്ളവരെ, നമുക്ക് മാത്രമല്ല. ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ. അന്ന് നബിമാരുണ്ടാവും, നബിമാരൊക്കെ ഉണ്ടാവും. എല്ലാ നബിമാരും ഉണ്ടാവും അന്ന്. എല്ലാ നബിമാരെയും കൊണ്ടുവരും. അന്ന് നബിമാരുടെയൊക്കെ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട് ഹദീസിലെ. നബിമാരുടെ അവസ്ഥ, ഒരുപാട് നന്മകളുള്ള നബിമാർ, ഒരുപാട് മാതൃകകളുള്ള നബിമാർ, ഒരുപാട് പോലീസുകൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നബിമാർ. ആ നബിമാർ പോലും അന്നത്തെ ഭീകരത കണ്ടിട്ട് അവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച ചെറിയ ചെറിയ വീഴ്ചകള് അതിന്റെ പേരിൽ പോലും കൈമലർത്തി എന്തായിരിക്കും എന്റെ കാര്യമെന്ന് ചിന്തിക്കുന്ന ദിവസമാണ് ആ ദിവസം. ആദം നബി അലൈഹി ഇസ്ലാമിനെ അന്ത്യനാളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ പിന്നെ നമുക്ക് നമ്മളെ വായിക്കാൻ കഴിയും. നമ്മൾ എന്തായിരിക്കുമെന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഉപ്പ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിന്റെ അന്നത്തെ അവസ്ഥ എന്ത്? ആ ദിവസത്തിൽ മുഴുവൻ ആളുകളും ആദം നബിയുടെ അടുക്കലേക്ക് പോയിട്ട് ഒന്ന് അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയുമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് എപ്പോഴാണെന്നറിയോ? അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലിന്റെ അടുക്കലേക്ക് ഒരു ദിവസം ഒരു ഭക്ഷണപാത്രം കൊണ്ടുവന്നു, ഒരു തളിക. അതിൽ മാംസമുണ്ട്, അതിൽ റൊട്ടിയുണ്ട്. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പ്രവാചകൻ തനിക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി കഷ്ണം എടുത്തു, ആ മാംസത്തിന്റെ ഭാഗമെടുത്തു റസൂലുള്ളാഹിയും കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, ഇന്നി ലഅവ്വലുൻ നാസി വലിവാഉൽ ഹംദി ബിയദയ്യ. സഹാബത്തെ, ഞാനാണ് പരലോകത്ത് മുഴുവൻ ജനങ്ങളുടെയും നേതാവ്. എന്റെ കയ്യിലാണ് അല്ലാഹു ഒരു കൊടി തരുന്നത്. ആ കൊടിയുടെ പേര് ലിവാഉൽ ഹംദ് എന്നാണ്. എന്താ കൊടിയുടെ പേര്? ലിവാഉൽ ഹംദ്. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ച, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിച്ച, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്ത ആൾക്ക് കൊടുക്കുന്നതാണ് ആ കൊടി. അത് നമ്മുടെ നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ റസൂലിന്റെ കയ്യിൽ ആ കൊടി കൊടുക്കും. റസൂൽ പറഞ്ഞെന്തറിയോ? വമാ മിൻ നബിയ്യിൻ ആദം വമൻ സിവാ ഇല്ലാ തഹ്ത ലിവാഇ. ഞാൻ പിടിച്ച കൊടി കീഴിൽ ആദം നബി അലൈഹിസ്സലാം വന്നു നിൽക്കും. സർവ്വ നബിമാരും ഞാൻ പിടിച്ച കൊടി കീഴിൽ വന്ന് അണിനിരക്കും. എല്ലാ നബിമാരും ഞാൻ പിടിച്ച ലിവാഉൽ ഹംദിന്റെ കൊടി കീഴിൽ വന്ന് എല്ലാവരും നിൽക്കും. റസൂൽ പറയാ, അന അവ്വലു ഷാഫിഇൻ. ഞാനാണ് അന്ന് അല്ലാഹുവിനോട് ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നവൻ. വഅവ്വലു മുശഫഇൻ. എന്റെ ശുപാർശയാണ് ആദ്യമായി അല്ലാഹു സ്വീകരിക്കുന്നതും. അന അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. ഞാനാണ് ആദ്യമായി സ്വർഗ്ഗത്തിൽ കടക്കുന്നതും.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് സഹാബത്തിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെയാണ് നബിയെ അന്ന് സംഭവിക്കുന്നത്, ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങൾ എന്തേ എന്നോട് ചോദിക്കാത്തത്? എങ്ങനെയാണ് ജനങ്ങളുടെ നേതാവായി, ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുന്നവനായി, എല്ലാ നബിമാരെയും ഉൾക്കൊള്ളുന്ന ഒരു കൊടി പിടിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നവനായി അങ്ങ് എങ്ങനെയാണ് നബിയെ രംഗപ്രവേശനം ചെയ്യുന്നത്? അതൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് നിങ്ങൾ എന്തേ എന്നോട് ചോദിക്കാത്തത്? അപ്പൊ സഹാബത്ത് ചോദിച്ചു, കൈഫ യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ആ രംഗമൊന്ന് വിശദീകരിച്ചു തരുമോ? അപ്പൊ റസൂലുള്ളാഹി വീണ്ടും വിശദീകരണം തുടങ്ങുന്നു. യജ്മഉല്ലാഹുൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദ്. ഒരേ മൈതാനത്ത് അല്ലാഹ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ലിമീഖാത്തി യൗമിൻ മഅലൂം, ഒരു നിർണിതമായ ഒരു മീഖാത്ത്, ഒരു സമയം എല്ലാവർക്കും ഉണ്ട്. ഷാഖിസതൻ അബ്സ്വാറുഹും ഇലസ്സമാ, പേടിച്ച് എല്ലാവരുടെ കണ്ണുകളും ആകാശത്തേക്ക് ഇങ്ങനെ നട്ടിരിക്കുന്ന സമയമാണത്. യന്തളിറൂന ഫസ്ലൽ ഖളാ, തങ്ങളുടെ വിഷയത്തിൽ എന്ത് വിധി വരും എന്ന ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നേരമാണത്. തദ്നൂ മിൻഹുമുശ് ശംസു, സൂര്യൻ അതിന്റെ താപം അവരിലേക്ക് ശക്തമായി പൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേരമാണത്. വിയർപ്പിലെ ആളുകൾ മുങ്ങിക്കുളിക്കുന്ന ഒരു സമയമാണത്. ആ സമയമാണ് ആദ്യമായി ആദം നബിയുടെ അടുക്കലേക്ക് ആളുകൾ ഒന്ന് പോകുന്നത്. മനുഷ്യരുടെ പിതാവ് എന്ന നിലക്ക് ആദം നബിയുടെ അടുക്കലേക്ക് പോയിട്ട് ഒന്ന് റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയുമോ എന്ന് ചോദിക്കുന്ന സമയം. ആദം നബിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അല്ലാഹു അവന്റെ റൂഹിൽ നിന്ന് പടച്ചതാണ് ആദം നബിയെ. സ്വർഗത്തിലാണ് ആദം നബിയെ അല്ലാഹു പടച്ചിട്ടത്. അല്ലാഹുവിന്റെ ആദ്യത്തെ പടപ്പാണ്. സകലമാന വസ്തുക്കളുടെയും പേര് അല്ലാഹ് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ആദം. ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതകൾ ഒരുപാട് പറഞ്ഞ് ജനങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോടൊന്ന് ശുപാർശ പറയൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈ മലർത്തുന്നു. എന്ത് പറഞ്ഞിട്ട്? എന്താ ആദം നബി പറയുന്നത്? ആദം നബി അന്നത്തെ ദിവസം പേടിച്ചിട്ടുണ്ട്. ആദം നബി അന്ന് പറയുന്നത് നഫ്സി നഫ്സി എന്നാണ്. യൗമ യഖൂലു ആദമു വൽ അംബിയാ നഫ്സി 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 നഫ്സിയാ. കേട്ടിട്ടുണ്ട് നമ്മള്. എന്താണ് ആദം നബി നഫ്സി എന്ന് പറയാനുള്ള കാരണം? എന്താ കാരണം? എന്നോട് എന്റെ റബ്ബ് വിലക്കിയ ഒരു മരത്തിന്റെ കനി ഭക്ഷിച്ചവനാണ് ഞാൻ. കടിക്കരുതെന്നും അടുക്കരുതെന്നും എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് കടിച്ചു. എന്റെ റബ്ബിനോട് ഞാൻ എതിര് ചെയ്തു. എന്റെ റബ്ബെങ്ങാനും ഇന്ന് എന്നോട് അതിനെ കുറിച്ചൊന്ന് ചോദിച്ചാൽ എന്റെ കാര്യം എന്നാണ് ആദം നബി അന്ന് പറയുന്നത്. ഏത് കാര്യം അറിയോ? ഭൂമിയിൽ വെച്ച് തന്നെ ആദം അതിന് പശ്ചാത്തപിച്ചിട്ടുണ്ട്. അതല്ലാഹു ആദമിന് പുറത്തു കൊടുത്തു എന്ന സന്തോഷ വാർത്തയും അറിയിച്ചിട്ടുണ്ട്. ഒക്കെ കൂടെ പറയുന്നുണ്ട്. എന്നാൽ പോലും അത് ഒരു പക്ഷേ എന്റെ റബ്ബ് വീണ്ടും എന്നോടൊന്ന് ചോദിച്ചാൽ, ഇന്ന് എന്റെ റബ്ബ് എന്നോട് അതിനെ പറ്റി ഒന്ന് ചോദിച്ചാൽ, പുറത്തു കിട്ടിയ ഒരു പാപത്തിന്റെ പേരിൽ ആദം നബി സങ്കടപ്പെടുന്ന ഒരു ദിവസമാണ് ആ ദിവസം. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നമ്മുടെ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിന്റെ എണ്ണം നമുക്കറിയില്ല, ഓർമ്മയില്ല, ഒക്കെ നമ്മൾ മറന്നിട്ടുണ്ട്. റബ്ബൊക്കെ കണക്ക് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം. ഇങ്ങനത്തെ ഒരു ദിവസം വരണ്ടേ? ആദം നബിക്ക് ഒറ്റ ഒന്നുള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഒരെണ്ണം. അതെന്നെ അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അല്ലേ? പുറത്തു കൊടുത്തിട്ടുണ്ട്. റബ്ബനാ ളലംനാ എന്ന് പ്രാർത്ഥിച്ചത് ആദം നബിയാണ്. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനാ വചനം തൗബ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാലും ആദം നബിക്ക് അന്ന് പേടിയുണ്ട്. കൈമലർത്തുന്നു ആദം നബി. പിന്നെ ജനങ്ങളെല്ലാവരും പോലെ എങ്ങോട്ടേക്കറിയും? എങ്ങോട്ടേക്കാ? അവ്വലുർ റസൂല് ആദം നബി കാണിച്ചു കൊടുക്കാണ്. താങ്കൾ അങ്ങോട്ട് പോയി 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിമാരുടെ കൂട്ടത്തിലെ വയോവൃദ്ധനായ ശൈഖുൽ അംബിയ, അംബിയാക്കളുടെ കൂട്ടത്തിലെ വയോവൃദ്ധനായ നൂഹ് നബിയെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ അങ്ങോട്ട് പോയി, അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സഹായം കിട്ടും. അങ്ങനെയാണ് ആൾക്കാർ മുഴുവൻ ഒന്നാകെ കൂട്ടത്തോടെ ആദം നൂഹ് നബിയുടെ അടുക്കലേക്ക് പോണേ. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്,
നൂഹ് നബിക്കുള്ള പ്രത്യേകതകൾ ആളുകൾ അങ്ങോട്ടേക്ക് പറയുന്നു. നിങ്ങളെക്കുറിച്ച് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നന്ദിയുള്ള അടിമയാണെന്ന് ഖുർആനിൽ അല്ലാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ഇടപെടണം. നൂഹ് നബി പറയുന്നത് എന്താ അറിയോ? ഒരൊറ്റ ചോദ്യം എന്റെ ഭാഗത്ത് നിന്ന് എന്റെ റബ്ബിനോട് വന്നത്, ഒരു മസ്അല, ഒരു ചോദ്യം. ഞാൻ അള്ളാഹിനോട് ഒരു ചോദ്യം അങ്ങോട്ടേക്ക് ഇടയ്ക്ക് കയറിയിട്ട് ഞാൻ ചോദിച്ചു പോയി. എന്ത് ചോദിച്ചു? തന്റെ മോന്റെ വിഷയത്തിൽ കുടുംബത്തെ രക്ഷിക്കാമെന്ന വാക്ക് അള്ളാഹ് കൊടുത്തിരുന്നു നൂഹ് നബിക്ക്. നിന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും നൂഹേ, പ്രളയമുണ്ടായാൽ. പ്രളയം വന്നു, സർവ സ്ഥലങ്ങളിലേക്കും വെള്ളം അടിച്ചു കയറി, പർവ്വതങ്ങളുടെ ഉച്ചിയിലേക്ക് വരെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. മരിക്കുന്ന കൂട്ടത്തിൽ തന്റെ മകനെയും നൂഹ് നബി കാണുകയാണ്. തിരമാലകൾക്കിടയിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും മകനെ കണ്ടപ്പോ ചോദിച്ചു പോയ ഒരു പിതാവെന്ന നിലക്ക്, നിന്റെ വാക്ക് സത്യമാണല്ലോ, എന്റെ മോനിതാ മരിക്കാൻ പോവുകയാണ്, അവനെ നീ എന്റെ അല്ലാഹ് രക്ഷപ്പെടുത്താത്തത്? ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാം ചോദിച്ചത്. അപ്പൊ അല്ലാഹു നൂഹ് നബി ആക്ഷേപിച്ചു, നൂഹേ, ചോദ്യം പാടില്ലാത്തതാണ്. നിന്റെ കുടുംബത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞത് നിന്റെ രക്തബന്ധത്തിന്റെ കുടുംബത്തെയല്ല, നിന്റെ ആദർശ ബന്ധത്തിന്റെ കുടുംബത്തെയാ. വിശ്വാസികളുടെ കുടുംബത്തെ രക്ഷിക്കുമെന്നാ ഞാൻ പറഞ്ഞു. നിന്റെ മകൻ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ നല്ല സാധനല്ല. ഗൈറു സാലിഹ്, അവൻ ബടക്കാൻ. അല്ലാഹു പറഞ്ഞു അവൻ ആള് ബടക്കാൻ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് ഇന്നി അഇലുക അൻ തകൂന മിനൽ ജാഹിലീൻ, വിവരക്കേട് ഇനി കാണിക്കാൻ പാടില്ല. ഉപദേശിക്കുന്നു ഞാൻ നിന്നെ, മേലാൽ ജഹ്ല് ചോദിക്കാൻ പാടില്ല, വിവരക്കേട് മേലാൽ വിളമ്പരുത്. നൂഹ് നബി അല്ലാഹു പഠിപ്പിച്ചു, ഖുർആനിലുണ്ട്. പ്രാർത്ഥിച്ചു നൂഹ് നബി അപ്പം തന്നെ അല്ലാഹുവിനോട്. ദുനിയാവിന് അപ്പം തന്നെ കരഞ്ഞു, പഠിച്ചോനെ, ഇന്നി അഊദു ബിക അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമു വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. അപ്പം തന്നെ പഠിച്ചോനെ, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാണ്, നീ പുറത്തു തരണം, നീ മാപ്പാക്കി തരണം, ഇല്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും. കരഞ്ഞു ദുആയിരുന്നു, അല്ലാഹു മാപ്പാക്കി കൊടുത്തു. ഇപ്പൊ നാളെ പരലോകത്ത് നൂഹ് നബി പറയുന്നതറിയോ? ആ വിഷയം രണ്ടാമതൊന്ന് അല്ലാഹു ആ പേജൊന്ന് മറിച്ചാൽ, ആ കിതാബ് ഒന്ന് മറിച്ചിട്ട് ആ പേജൊന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞാൽ, ആ സംഭവം റബ്ബ് ഇവിടെ വീണ്ടും ഒന്ന് പുനർവായനക്കെടുത്താൽ, എന്റെ കാര്യം നഫ്സി നഫ്സി. നൂഹ് നബിക്ക് പറയാനുള്ളത് ഒരൊറ്റ പ്രശ്നമാണ്. ആദം നബിക്ക് പറയാനുള്ളത് ഒരൊറ്റ പ്രശ്നമാണ്. ഇതിപ്പോ നമ്മളിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വെക്കുക. നമ്മൾ എന്തായിരിക്കും? അന്ന് ആദം നബി കരയാണ്, അന്ന് നൂഹ് നബി കരയാണ്. അവരിങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം അടുത്ത ആളെ കാണിച്ചു കൊടുക്കുന്നു. ആളാരറിയോ? ഖലീലുർ റഹ്മാൻ. ഖലീലുർ റഹ്മാൻ അല്ലാഹുവിന്റെ കൂട്ടുകാരൻ, റഹ്മാനായ റബ്ബിന്റെ ഉറ്റ ചങ്ങാതി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, നിങ്ങൾ അവിടെ പോ, അള്ളാഹിന്റെ ചങ്ങാതിയുണ്ട്, സഹായം കിട്ടും, നിങ്ങൾ അങ്ങോട്ട് പോ. എന്ന ആൾക്കാർ കൂട്ടത്തോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ള പോരിശകൾ ഓരോന്ന് ആളുകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ഇബ്രാഹിം നബിയെ പ്രശംസിച്ചിട്ട് പറഞ്ഞിട്ട് പറയണം, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി. ഇബ്രാഹിം നബി പറയുന്നത്, എന്റെ ഭാഗത്തു നിന്ന് 3 കളവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ സംസാരത്തിൽ 3 കളവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങാനും എന്റെ റബ്ബ് ഇന്നൊരു വിചാരണക്കെടുത്താൽ അതുകൊണ്ട് എനിക്ക് പറ്റൂല. 3 കളവുകൾ. കളവ് എന്ന് പറയുമ്പോൾ ഞമ്മ പറഞ്ഞ മാതിരി മറ്റേ പേരും നുണയൊന്നുമല്ല. ഞമ്മ നുണ പറയല്ലേ, നല്ല ലാഭത്തിന്, നല്ല സൗകര്യത്തിന്, നമുക്ക് ഒരുപാട് മെച്ചമുണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ ഈ കളവ് എന്ന് പറയുന്നത്, പണ്ഡിതന്മാരെ കളവ് എന്ന് പറയാൻ പാടില്ല, അതൊരു മഅറദ് എന്നാണ് അറബിയിൽ അതിന് പറയല്. ലാഭമൊന്നുമില്ല. അതൊക്കെ അള്ളാന്റെ വിഷയത്തിൽ പറഞ്ഞതാണ്, റബ്ബുമായി ബന്ധപ്പെട്ട വിഷയം. വിഗ്രഹാരാധനക്ക് വേണ്ടി ജനങ്ങൾ ഒന്നാകെ ഒരു ദിവസം നിർബന്ധിച്ച് ഇബ്രാഹിം നബീനെ വിളിച്ചപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് സുഖമില്ല, ഇന്നി സഖീം, ഞാൻ രോഗിയാണ്. വെറുതെ പറഞ്ഞാണ്, അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇബ്രാഹിം നബി ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാഭമൊന്നുമില്ല. അത് അള്ളാഹുവിന് വേണ്ടി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവിച്ചതാണ്. എല്ലാ വിഗ്രഹങ്ങളുടെയും തല തച്ചുടച്ചതിന് ശേഷം
പിടിച്ചുകൊണ്ടുവന്ന് ഇബ്രാഹിം നബിയെ രാജാവിന്റെ മുമ്പിൽ ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചു. എന്താ പറഞ്ഞേ? ഞാനല്ല, അതാ വലിയ ഓനായിരിക്കും. ഓനാണ്. ഒരു വിഗ്രഹം മാത്രം ഇങ്ങനെ തല ഉയർത്തി വെക്കുന്നുണ്ട്, എല്ലാത്തിനും തല പോയി. ചെയ്തത് ഇബ്രാഹിം നബി തന്നെയാണ്. പക്ഷേ കളവാണ്. പക്ഷെ എന്ത് കളവ്? നമ്മൾ പറയുന്ന പോലത്തെ കളവല്ലത്. ഇത് റബ്ബുമായി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഭവിച്ചതാണ്. സാറ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയാണ്. ഒരു അക്രമിയായ ഒരു രാജാവ് സൗന്ദര്യമുള്ള എല്ലാ സ്ത്രീകളെയും പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സമയത്ത് തന്റെ ഭാര്യയെ ധാരാന്ന് വെച്ചു. ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പിടിച്ചുകൊണ്ട് അപ്പൊ പറഞ്ഞ് ഭാര്യനെ കാണിച്ചിട്ട് അതെന്റെ പെങ്ങളാണ്. ലാഭമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ സംഭവിച്ചത് ഇതൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരലോകത്ത് വലിയ സങ്കടത്തിലാണ്. സലാസ കലിമാത്ത്, എന്റെ ഭാഗത്ത് സംഭവിച്ച ഇങ്ങനത്തെ 3 വാക്കുകൾ എന്റെ വായിൽ നിന്ന് വീണത്, ഞാൻ ഇന്ന് വലിയ സങ്കടത്തിലാണ്. എന്റെ റബ്ബ് അതിന്ന് വിചാരണക്കെടുത്താൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഏത് ഇബ്രാഹിം നബി? വ ഇബ്രാഹിം അല്ലദീ വഫാ എന്ന് ഖുർആൻ പറഞ്ഞ ഇബ്രാഹിം. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا എന്നൊക്കെ അന്ന് ഖുർആനിൽ പോരിച്ച് പറഞ്ഞ ഇബ്രാഹിം നബി ഈ 3 വാക്കിന്റെ പേരിൽ സങ്കടപ്പെടുന്ന പരലോകം, അന്ത്യനാള്. പിന്നെയാണ് ഇബ്രാഹിം നബി മറ്റൊരു നബീനെ കാണിക്കണേ. നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ആരാ? ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിന്റെ അടുക്കലേക്ക് പോകേണ്ട ആൾക്കാർ ഈസാ നബിയെ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ഈസാ നബിക്കുള്ള പോലീസുകളും ആളുകൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നുള്ളത്, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കണ്ടേ. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന കാരണങ്ങളെ ഹദീസിൽ കാണുന്നില്ല. ഇവിടെയൊക്കെ എല്ലാ നബിമാരും ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. ഈസാ നബി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയുന്നില്ല. ഈസാ നബി മടക്കുന്നു, ജനങ്ങളെ മടക്കിയിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നമ്മുടെ റസൂലിനെ കാണിക്കാൻ. അങ്ങനെ നമ്മളെ റസൂൽ വരുന്നത് നിബാഉൽ ഹംദ്. എല്ലാ നബിമാരും ആ കൊടിക്കീഴിൽ അണിനിരന്ന് വിചാരണക്ക് നമ്മളെ ഒന്ന് എടുക്കാൻ വേണ്ടി റബ്ബിനോട് വലിയ ശഫാഅത്ത് ചെയ്യുന്ന ശഫാഅത്തുൽ ഉലമാ അല്ലെങ്കിൽ ശഫാഅത്തുൽ കുബറ എന്ന പേരുള്ള ആ വലിയ ഒരു ശഫാഅത്തിന് റസൂലുള്ള രംഗപ്രവേശനം ചെയ്യുന്നത് അങ്ങനെയാണ്. സുജൂദിൽ കിടക്കുന്ന റസൂല് എത്ര കാലമെന്നറിയില്ല. ആ സുജൂദ് 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് ആ ദിവസം. 50,000 വർഷം ദൈർഘ്യമുള്ള 50,000 വർഷം ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ നമ്മുടെ റസൂൽ സുജൂദിൽ വീഴുന്നു. ആ സുജൂദിൽ റസൂൽ അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്ന പ്രകീർത്തനങ്ങൾ ലോകത്ത് ഇതുവരെ ആരും അല്ലാഹുവിനെ പ്രകീർത്തിക്കാത്ത വാചകങ്ങൾ വെച്ചിട്ടാണ് റസൂലുള്ള അന്ന് സുജൂദിൽ ദുആ ഇറക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു നമ്മുടെ റസൂലിനോട് പറയുന്നത്, യാ മുഹമ്മദ് ഇർഫ റഅസക, തല ഉയർത്തു മുഹമ്മദേ, ചോദിക്കൂ മുഹമ്മദേ, നിനക്ക് തരാം. ശുപാർശ പറയൂ മുഹമ്മദേ, നിന്റെ ശുപാർശ സ്വീകരിക്കാം. അപ്പോഴാണ് നമുക്ക് വേണ്ടി നമ്മുടെ റസൂൽ ഇടപെടുന്നത്. സഹോദരങ്ങളെ, അമ്പിയാക്കൾ വരെ പ്രയാസത്തിലാകുന്ന ഒരു നാട്, അതാണ് അന്ത്യനാൾ. ആ നാളിന്റെ ഏറ്റവും വലിയ ഭീകരത, ഭയാനകത അതാണ്. എന്താണ് നമ്മുടെ അവസ്ഥ? എന്നെയും നിങ്ങളെയും അല്ലാഹു തലനാരിഴകൾ കീറി ഓരോ വിഷയവും ഒന്നൊന്നായി എടുത്ത് വിചാരണ ചെയ്താൽ നമ്മള് ഹിസാബ് വല്ലാതെ അല്ലാഹു ചെയ്തെങ്കിൽ നമ്മളെല്ലാം കുടുങ്ങിപ്പോകും. നമുക്ക് ഹിസാബ് യസീറ കിട്ടണം. അല്ലാഹുവിനോട് അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും, അതൊക്കെ മായ്ച്ചു കളയാനുള്ള സംവിധാനങ്ങളുണ്ട് റബ്ബിൻ്റെത്. ഇസ്തിഗ്ഫാറും തൗബയും പ്രാർത്ഥനകളും. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ദുആ ഇറക്കുമ്പോൾ എല്ലാം ചെയ്തത് ഇങ്ങനെ മനസ്സിന്റെ മടക്കുകളിൽ ഇങ്ങനെ മറിഞ്ഞ് നമ്മുടെ ഓർമ്മകളിലേക്ക് വരണം. ഇതെല്ലാം അല്ലാഹു ഇങ്ങനെ ഒരു കിതാബ് നമ്മുടെ കയ്യിൽ തന്നിട്ട് ഓരോ പേജുകളിൽ ഓരോന്നുണ്ടാവും, ഒന്നുപോലും വിട്ടുപോകാതെ എഴുതിയ ഒരു കിതാബ് നമ്മുടെ കയ്യിൽ വെച്ച് തന്നിട്ട് വിചാരണ പിന്നീട് ആരംഭിക്കുന്നുണ്ട്. നമ്മളൊക്കെ അത്ഭുതപ്പെടും ആ കിതാബ് കണ്ടിട്ട്. എല്ലാം ഉണ്ടല്ലോ കുറച്ചാണെങ്കിൽ, ഒന്നും ഇല്ലാത്തില്ല, സകലം ഉണ്ടല്ലോ. നമ്മൾ അത്ഭുതപ്പെടും. വിശാലമായ ഒരു വിഷയമാണ്, ഞാൻ അങ്ങോട്ടേക്കൊന്നും കടക്കുന്നില്ല. ഒന്നേ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളൂ, ഈ നാളിനെ എപ്പോഴും ഒരു ഓർമ്മ വേണം. ഈ നാളിനെ പേടിച്ചിട്ട് നന്മകളിൽ തുടരാൻ നമുക്ക് കഴിയണം. ഈ നാളുകളെ പേടിച്ചിട്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് കഴിയണം.
ഈ നാളുകളെ പേടിച്ച് ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളും ബാധ്യതകളും നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഈ നാളിനെ പേടിച്ച് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ നാളിനെ പേടിച്ച് ആളുകളെ ഉപദ്രവിക്കാതിരിക്കാൻ നമുക്ക് കഴിയണം. ഈ നാളിനെ പേടിച്ച് ജനങ്ങളോട് എപ്പോഴും ചേർന്ന് നിന്ന് അവർക്ക് എളുപ്പമുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നല്ലൊരു മനുഷ്യനായി, നല്ലൊരു വിശ്വാസിയായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുവരെ കേട്ടത് അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എപ്പോഴും ഈ നാളിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ മായാതെ മങ്ങാതെ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതിനെ പേടിച്ച് ആ നാളിൽ രക്ഷപ്പെടാനുള്ള ആശയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിനെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. والحمد لله رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب